നമ്മളിൽ പലർക്കും തോന്നാറുണ്ട്, എൻ്റെ മകൻ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മകൾ ഇനി എന്നോടൊപ്പമില്ല. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? അവർ മാറിയിട്ടില്ല, അവർ വളരുകയാണ്. അവരുടെ ശരീരം വളരുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സും മസ്തിഷ്കവും കൂടി വളരുകയാണ്. ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ അഡോളസൻസ് പീരീഡ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ്. അതിൽ അവർ മാറുകയല്ല, നമ്മോടൊപ്പം നമ്മളെ വിട്ടുപിരികയല്ല, മറിച്ച് അവരുടെ സ്വതന്ത്രത വളരുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ അവർ നിശബ്ദരാകുന്നത് പലപ്പോഴും നമ്മോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അവർ അവരുടെ ഉള്ളിനെ അറിയാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അവരെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവരെ വിധിക്കുകയല്ല, മറിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവരെ കൺട്രോൾ ചെയ്യുകയല്ല, അവരെ പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത്. മസ്തിഷ്ക വളർച്ചയുടെ 3 ഘട്ടങ്ങളിലൂടെയാണ് കൗമാരക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ്. രണ്ടാമത്തേതായിട്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും. അതായത് നമ്മുടെ നെറ്റിയുടെ മുൻവശമുള്ള തീരുമാനം എടുക്കാനുള്ള ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ്. മൂന്നാമത്തേതായിട്ട് വരുന്നത് അമിഗ്ദാല എന്ന് പറയുന്ന, അതായത് പേടി, റെസ്പോൺസ് ഒക്കെ ഉള്ള ആ ഭാഗം ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ്. ഇതിൽ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന, ഒരു തീരുമാനം എടുക്കാൻ പാകപ്പെടുത്തുന്ന ഭാഗം വളരെ മന്ദഗതിയിലാണ് ഈ കൗമാരക്കാരിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 25 വയസ്സാകുമ്പോഴാണ് അതിനൊരു പൂർണ്ണ വളർച്ച എത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മുടെ കൗമാരക്കാര് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ചിന്തിക്കാതെ ആ കാര്യത്തിലേക്ക് എടുത്തു ചാടിയിട്ട് അപകടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതുകൊണ്ടാണ്, അവരുടെ ആ ഭാഗം പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള നാശത്തിലേക്കും അപകടങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവരെ കേൾക്കാനുള്ള നമ്മുടെ കഴിവാണ് അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഒരു ശാന്തത, അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം, അവരെ മനസ്സിലാക്കൽ, ഇതാണ് കൗമാരക്കാരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. പലപ്പോഴും അവർ നമ്മെ കേൾക്കണമെന്നില്ല, പക്ഷെ അവർ നമ്മെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും നല്ല മാതൃകയാകാം, നല്ല ഒരു രക്ഷിതാവായിട്ട്.